ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഡേറ്റ എന്താണെന്നൊക്കെ അറിയാം അല്ലേ? നമ്മൾ ഡേറ്റ എന്താണെന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവുമായിട്ടും ഒക്കെ നമുക്ക് ഡേറ്റയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ നമ്മൾ ആ ഒരു കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ അല്ലേ, നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ ആ ഒരു വിവരത്തെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോ ഈ ഡേറ്റ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഡേറ്റ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഡേറ്റ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ മെയിൻ ടോപ്പിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു വേറൊരു സംഭവത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ മേ ബി 10th ഒക്കെ മേ ബി ആൽജിബ്രയുടെ ഭാഗത്തും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്താണ് വേരിയബിൾസ്? വേരിയബിൾസ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതെന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന വാല്യൂ ആണ് അല്ലെ? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോ കഴിഞ്ഞ വർഷം മാങ്ങയ്ക്ക് കിലോയ്ക്ക് 50 നിങ്ങൾ ജസ്റ്റ് സങ്കല്പിക്കുക. ഈ വർഷം അത് 100 നമുക്കൊരു 50യുടെ ചേഞ്ച് അവിടെ കാണാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു ചേഞ്ച് വന്ന ആ വാല്യൂവിനെ നമുക്ക് വേരിയബിൾ എന്ന് പറയാം. അത് വേരി ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്കതിനെ വേരിയബിൾ എന്ന് പറയാം. അപ്പോ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ വേരിയബിൾസ് എന്താന്ന് വെച്ചാൽ ദ വാല്യൂസ് വിച്ച് വേരി, അതായത് വേരി ചെയ്യുന്ന, വ്യത്യാസപ്പെടുന്ന മൂല്യങ്ങളെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിൽ പോലും നമുക്കൊരു ഫില്ലിന്റെ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ വല്ലതും ചോദിച്ചാൽ എഴുതണമല്ലോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പൊ ഡേറ്റ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇപ്പൊ ഡേറ്റയുടെ കളക്ഷനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്, ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ഡേറ്റയുടെ സോഴ്സുകൾ എന്തൊക്കെയാണ്, നമുക്ക് എവിടെ നിന്നൊക്കെ ഡേറ്റ കിട്ടും. അപ്പൊ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഡേറ്റ കൈ കിട്ടണം അല്ലെ? അപ്പൊ അത് എങ്ങനെയൊക്കെ കിട്ടും, അതിന്റെ സോഴ്സുകളാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ഇത് വേണമെങ്കിൽ ഇതേ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ടോ അല്ലോ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് വരച്ചിട്ടോ. ഡേറ്റ സോഴ്സുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി ഡേറ്റ, രണ്ടാമത്തേതാണ് സെക്കൻഡറി ഡേറ്റ. സെക്കൻഡ് ഉള്ളത് സെക്കൻഡറി ഡേറ്റ അല്ലെ? അപ്പൊ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും കുറിച്ചിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് പ്രൈമറി ഡേറ്റ, എന്താണ് സെക്കൻഡറി ഡേറ്റ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഡിഫൈൻ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യണമല്ലോ. സോ പ്രൈമറി ഡേറ്റയും ഉണ്ട്, സെക്കൻഡറി ഡേറ്റയും ഉണ്ട്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. പ്രൈമറി ഡേറ്റ ഉണ്ട്, സെക്കൻഡറി ഡേറ്റ ഉണ്ട്. എന്താണ് ഈ പ്രൈമറി ഡേറ്റ, എന്താണ് സെക്കൻഡറി ഡേറ്റ എന്ന് നമുക്ക് നോക്കാം. പ്രൈമറി ഡേറ്റ ആ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഡയറക്ട്ലി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ എന്തിനേയും നമുക്ക് പ്രൈമറി ഡേറ്റ എന്ന് പറയാം. ഇപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കുകയാണ്, നിങ്ങൾ എനിക്ക് ആ ഡേറ്റ തരികയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം? ഞാൻ വേറെ ആരെയും അവിടെ നിർത്തിയിട്ടില്ല, ഇടയ്ക്ക് നിർത്തിയിട്ടില്ല. അവിടെ ഒരു മിഡിൽ മാൻ എന്ന് പറയാൻ ആരുമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ? അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതാണ്
പ്രൈമറി ഡേറ്റ. ഇതിനു വേണ്ടി ഈ ഒരു എക്സാമ്പിൾ അല്ല നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. അതിന്റെ ഇടയിൽ നമ്മൾ വേറെ അതിനകത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യില്ല, ഒന്നും എടുത്തു മാറ്റില്ല. നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഞാനൊരു മമ്മൂട്ടി ഫാനാണ്, അപ്പൊ അതൊരു പ്രൈമറി ഡേറ്റയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം അന്വേഷിച്ചപ്പോ നിങ്ങൾ എനിക്ക് തന്ന ആൻസർ ആണ്. അതായത് ഞാനൊരു എൻക്വയറി നടത്തി, അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ദാറ്റ് യു ആർ എ മമ്മൂട്ടി ഫാൻ എന്നുള്ളത്. അപ്പൊ അതൊരു പ്രൈമറി ഡേറ്റയാണ്. മനസ്സിലായോ? പ്രൈമറി ഡേറ്റയാണ്. നമ്മൾ ഡയറക്ട്ലി പോയി കളക്ട് ചെയ്യുന്ന ആ ഒരു ഡേറ്റയെ നമുക്ക്, ആ എൻക്വയറിയിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡേറ്റയെ നമുക്ക് പ്രൈമറി ഡേറ്റ എന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറി ഡേറ്റ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി ഡേറ്റ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. എന്തായിരിക്കും? നമ്മള് ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ, അതായത് ഞാൻ കുറെ പിള്ളേർ, ഒരു 10-50 പിള്ളേർ എടുത്ത് ചോദിച്ചു മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ. അങ്ങനെ ഈ 10-50 കുട്ടികളുടെയും എനിക്ക് കിട്ടിയ ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫർമേഷനെയാണ് ഞാൻ ആ ഇൻഫർമേഷൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ അത് തരം തിരിച്ചു, അത് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഈ 50 കുട്ടികളിൽ 20 കുട്ടികൾ മമ്മൂട്ടി ഫാനും ബാക്കി 30 കുട്ടികൾ മോഹൻലാൽ ഫാനും ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എടുത്ത ആ ഒരു ഡേറ്റ അല്ലെ, എനിക്ക് കിട്ടിയ ആ ഒരു പ്രൈമറി ഡേറ്റ ഞാൻ കളക്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്തു. ഞാൻ അതൊന്ന് ശരിയാക്കി, ഞാൻ അതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുത്തപ്പോ എനിക്ക് മനസ്സിലായി, ഓക്കെ, 20 പേര് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മമ്മൂട്ടി ഫാനും ബാക്കി 30 പേര് മോഹൻലാൽ ഫാനുമാണെന്ന്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എടുക്കുന്ന ആ ഒരു ഡേറ്റയെ ഞാൻ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലാക്കുക. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്, അത് നമ്മൾ ഡയറക്ട്ലി നമുക്ക് കിട്ടുന്നതാണ്. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പ്രൈമറി ഡേറ്റ ഉണ്ട്, സെക്കൻഡറി ഡേറ്റ ഉണ്ട്. വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സെക്കൻഡറി ഡേറ്റയാണ് ഇപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് ഒക്കെ ഫസ്റ്റ് ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് പേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡേറ്റകളും സംഭവങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അവിടെ ഒരു ചാർട്ട് പോലെ ഒരു ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പത്രം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ചിലപ്പം ഇങ്ങനെ ഗ്രാഫുകളും സംഭവങ്ങളും ഒക്കെ കാണാൻ പറ്റും അല്ലെ. സ്പോർട്സ് പേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ബാറ്റ്സ്മാന്റെ സ്കോറുകളും സംഭവങ്ങളും ഒക്കെ അവർ ചിലപ്പോൾ ഇങ്ങനെ ഒരു പൈ ചാർട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാഫ് ആയിട്ടോ ഒക്കെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് റിപ്പോർട്ടുകളില്, ഡോക്യുമെന്റുകളില്, ന്യൂസ് പേപ്പറുകളില്, അതുപോലെ തന്നെ ചില ബുക്കുകളില്, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡേറ്റയാണ്. കാരണം ആരോ കളക്ട് ചെയ്ത് വേറെ ആരോ പബ്ലിഷ് ചെയ്ത ഡേറ്റയാണ് ഇതെല്ലാം അല്ലെ. അപ്പൊ അതിനെ നമുക്ക് സെക്കൻഡറി ഡേറ്റ എന്ന് പറയാം. പക്ഷെ പ്രൈമറി ഡേറ്റ അങ്ങനെയല്ല, അത് നമ്മൾ നേരിട്ട് വാങ്ങിച്ചതാണ്, നേരിട്ട് കളക്ട് ചെയ്തതാണ്. വേറൊരാള് പറഞ്ഞ കാര്യം വീണ്ടും കളക്ട് ചെയ്ത് അതൊന്ന് മാറ്റി കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി പബ്ലിഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡറി ഡേറ്റ എന്നും പറയാം. ഇത് രണ്ടും വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറ, ഇതിൽ ഏതായിരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? നമുക്ക് ഇപ്പൊ പ്രൈമറി ഡേറ്റ ആണോ സെക്കൻഡറി ഡേറ്റ ആണോ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടും നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാൻ പറ്റുന്നത് ഏത് ഡേറ്റ ആയിരിക്കും? ഉറപ്പായിട്ടും പ്രൈമറി ഡേറ്റ ആയിരിക്കും അല്ലെ. ശരിയാണ്, ഉറപ്പായിട്ടും പ്രൈമറി ഡേറ്റയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ മറ്റേ പാലിനകത്ത് വെള്ളം ചേർക്കുന്നത് പോലെ വേറൊന്നും അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാണ്. സോ അത് കുറച്ചുകൂടെ റിലയബിൾ ആണ്. റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് അല്ലെ. കുറച്ചുകൂടെ കൃത്യമാണ്, ആക്യുറേറ്റ് ആണ്, ക്ലാരിറ്റി ഉണ്ട്, വ്യക്തമാണ് അല്ലെ. അപ്പം ഇതെല്ലാം പ്രിസൈസ് ആണ്, കുറച്ചുകൂടെ എന്താണ്, സ്പഷ്ടമാണ്. അപ്പൊ പ്രൈമറി ഡേറ്റ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാനും കുറച്ചുകൂടെ നമുക്ക് വ്യക്തത കിട്ടാനും ഒക്കെ നമുക്ക് പ്രൈമറി ഡേറ്റയാണ് നല്ലത്.
ഇപ്പൊ ഞാന് നേരിട്ട് പോയി 50 കുട്ടികളോടും മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ എന്ന് ചോദിക്കുന്നതാണ് കുറച്ചുകൂടെ വിശ്വാസം അല്ലെ? എനിക്ക് കുറച്ചുകൂടെ വിശ്വാസം. ഞാൻ വേറൊരാളെ വിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ അയാളെ തെറ്റിച്ച് പറഞ്ഞാലോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്താന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പ്രൈമറി ഡേറ്റയാണ്. നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചിലപ്പോൾ പ്രൈമറി ഡേറ്റയുടെയും സെക്കൻഡറി ഡേറ്റയുടെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിച്ചാൽ പ്രൈമറി ഡേറ്റയുടെ ഒരു മെറിറ്റ് ആയിട്ട്, അതായത് അതിന്റെ ഒരു ഗുണമായിട്ട്, ഒരു പോസിറ്റീവ് സൈഡിൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രൈമറി ഡേറ്റ വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒന്നാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അത് മറന്നു പോകരുത്. അതുപോലെ യൂസ് ഓഫ് സെക്കൻഡറി ഡേറ്റ സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ് എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്രൈമറി ഡേറ്റയുടെ ഒരു ദൂഷ്യവശം, അതിന്റെ ഒരു നെഗറ്റീവ് സൈഡും നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞു പോകുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ 50 പിള്ളേരുടെ അടുത്ത് ചെന്നിട്ട് നിനക്കേതാ ഇഷ്ടം, നിനക്കേതാ ഇഷ്ടം, നീ മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ എന്ന് പറയുമ്പോൾ എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇത് ചിലപ്പോ എണ്ണത്തിൽ കൂടിയാലോ, ചിലപ്പോ ഇത് 50, 100, 200 പിള്ളേരായാലോ നല്ല ടൈം എടുക്കും അല്ലെ? അപ്പം സെക്കൻഡറി ഡേറ്റ അവിടുന്ന് വ്യത്യസ്തമാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അത് സമയത്തെയും ചെലവും ഒക്കെ കുറയ്ക്കും എന്നുള്ളതാണ്. കാരണം ന്യൂസ് പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് നോക്കുന്നതാണോ, നിങ്ങൾ ഇപ്പം ഇന്ത്യയിലുള്ള ആൾക്കാരുടെ അടുത്ത് മൊത്തം പോയി ചോദിച്ച് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണോ എളുപ്പം? ഉറപ്പായിട്ടും ന്യൂസ് പേപ്പറിൽ നമുക്ക് കിട്ടിയ ആ ഒരു റിപ്പോർട്ട് നോക്കുന്നതായിരിക്കും അല്ലെ? അപ്പൊ സമയ ലാഭം, നമ്മൾ പറയത്തില്ലേ ധനലാഭം മാനഹാനി എന്നൊക്കെ, അതുപോലെ നഷ്ടം മാനഹാനി അല്ലെ? അപ്പം അതുപോലെ നമുക്ക് ടൈം സേവ് ചെയ്യാനും നമ്മുടെ പൈസ, അതായത് ചെലവ് ചുരുക്കാനും ഒക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡേറ്റ തന്നെയാണ്. ഓക്കെ, സെക്കൻഡറി ഡേറ്റയാണ് അതിന് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഇവിടെ വേറെതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗുണങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും ഗുണങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത പേജിൽ ഞാൻ അതിന്റെ ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ പ്രൈമറി ഡേറ്റയുടെ കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാൻ പറ്റും. അതായത് കുറെ ടൈം എടുക്കും അല്ലെ? സമയം കളയുന്ന സംഭവമാണ്. കുറെ ടൈം എടുക്കും, മോർ ടൈം കൺസ്യൂമിങ് ആണ്, ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ, ഭയങ്കര കോസ്റ്റ്ലി ആണ്. കാരണം ഇങ്ങനെ എല്ലാവരുടെയും അടുത്ത് പോയിട്ട് ചോദിക്കുന്നതൊക്കെ അത്യാവശ്യം ചെലവ് കൂടി. ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി ഫാന്റെ അല്ല, നിങ്ങളൊരു കുറച്ചുകൂടെ വലിയൊരു ഇതുപോലെ എന്തെങ്കിലും നമുക്കൊരു ഡേറ്റ കളക്ട് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം അതിന് അത്രയും ചെലവ് കൂടുതലായിരിക്കും, കുറെ ടൈമും വേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു കാര്യം സെക്കൻഡറി ഡേറ്റയുടെ എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്, ലെസ് ആക്യുറേറ്റ് ആണ് അല്ലെ? കൃത്യമാവണമെന്നില്ല. കാരണം എവിടെയോ ആരോ പറഞ്ഞതെടുത്ത് നമ്മൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതത്രയും ക്ലാരിറ്റി ഉള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോ ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി പിള്ളേരെ. നിങ്ങൾ ഈ പ്രൈമറി ഡേറ്റയുടെ ഗുണം എന്ന് പറയുന്നത് സെക്കൻഡറി ഡേറ്റയുടെ ദോഷമാണ്. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ പ്രൈമറി ഡേറ്റ വിശ്വസിക്കാൻ കൊള്ളാം, ആക്യുറേറ്റ് ആണ്, ക്ലിയർ ആണ്, പ്രിസൈസ് ആണ്. പക്ഷെ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് കോസ്റ്റ് വരും. സെക്കൻഡറി ഡേറ്റ അങ്ങനെയല്ല. സെക്കൻഡറി ഡേറ്റ നമുക്ക് സമയക്കുറവാണ്, കോസ്റ്റ് കുറവാണ്, പക്ഷേ അത് ക്ലിയർ ആവില്ല. സംഭവം അത്ര ക്ലിയർ ആയിരിക്കില്ല, റിലയബിൾ ആണ്, വിശ്വസിക്കാൻ കൊള്ളാവോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ട്രസ്റ്റ് വർത്തി ആയിരിക്കത്തില്ല. അപ്പൊ അതാണ് സെക്കൻഡറി ഡേറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് രണ്ടും ഓക്കെ ആണോ? അപ്പം സോഴ്സസ് ഓഫ് ഡേറ്റ ഏതൊക്കെയാണ് എന്റെ കൂടെ എന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ്? പ്രൈമറി ഡേറ്റ ഉണ്ട്, സെക്കൻഡറി ഡേറ്റ ഉണ്ട്. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ചോദിച്ച എൻക്വയറിയിലൂടെ മനസ്സിലാക്കുന്നു, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് അല്ലെ? നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഇൻഫർമേഷൻ ആണ്. എന്നാൽ സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറുകളിലോ റിപ്പോർട്ടുകളിലോ ഒക്കെ പബ്ലിഷ് ചെയ്ത് വന്ന സാധനമായിരിക്കും. അത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. ആരോ കളക്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്തതാണ് അല്ലെ? നമ്മളൊന്ന് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതായിരിക്കും. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡേറ്റ കിട്ടുന്ന സോഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ? നമുക്ക് എവിടുന്നൊക്കെ ഡേറ്റ കിട്ടും എന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എവിടുന്നൊക്കെ അല്ലെ എങ്ങനൊക്കെ
നമുക്ക് ഈ ഡേറ്റ കളക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം. ഹൗ ഡു വി കളക്ട് ദ ഡേറ്റ? ഈ ഡേറ്റ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് സർവേ എന്ന് പറയുന്നത്. സർവേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സർവേ എടുക്കാറുണ്ടല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർവേക്ക് ആള് വരാറുണ്ട്. ഈ വീട്ടിൽ എത്ര പേരുണ്ട്, അച്ഛന്റെ പേരെന്താണ്, വീട്ടു നമ്പർ എന്താണ്, ജോലിക്ക് എത്ര പേര് പോകുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സർവേ എടുക്കാൻ വീട്ടിൽ ആള് വരും അല്ലെ. അപ്പൊ ഈ സർവേ എടുക്കാൻ ആൾക്കാർ വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ടു കളക്ട് ഡേറ്റ അല്ലെ. ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ വീട്ടിൽ വരുന്നത്. ഒരു ബുക്കും പേപ്പറും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോ നമ്മളെടുത്ത് ചോദിക്കുകയാണ്, ഈ ഡേറ്റ കളക്ഷനുള്ള അതായത് വ്യത്യസ്ത മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോ നമുക്ക് ചോദിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സർവേ വഴിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി സർവേയിൽ എങ്ങനെയാണ്? സർവേയിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമുക്ക് നമ്മുടെ എക്സാമിന്റെ ഒരു വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് ആണ്ട് ഇവിടെ എഴുതി വെക്കുകയോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് സർവേകളിലൊക്കെ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ദേ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്ന സംഭവമാണ്. എന്താണ് ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മേ ബി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിന്റെ കോപ്പി ആയിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ നടന്നിട്ടാണ് നമ്മുടെ കയ്യിൽ അവരുടെ കയ്യിൽ ഒരു ബോർഡൊക്കെ ഉണ്ടായിരിക്കും. ബോർഡൊക്കെ കയ്യിൽ വെച്ചിട്ട് അവരിങ്ങനെ അവിടെ എഴുതുന്നത് കാണാം അല്ലെ. അവിടെ ടിക്ക് ഇടുകയും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഈ ക്വസ്റ്റ്യനെയർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മുടെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പർ. നമ്മൾ ഈ എക്സാം പേപ്പർ ഒക്കെ ഇല്ലേ അതുപോലൊക്കെ ഇരിക്കും കാണാൻ. പിന്നെ എന്താണ് മാർക്കൊന്നും ഇല്ലെന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ അത് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിന്റെ നേരെ ഓരോ ബോക്സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വെക്കണം എന്നുള്ളത് നമ്മുടെ എക്സാമിന്റെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലോജിക്കിൽ നിന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊരു 19 പേജ് ഉണ്ടെങ്കിൽ അതൊക്കെ കുത്തിയിരുന്ന് ആൻസർ കണ്ടുപിടിച്ച് നമ്മൾ എന്നത് തിരിച്ചു കൊടുക്കാനാ? അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്യാം. ക്വസ്റ്റ്യനെയർ ഒരുപാട് നീളക്കൂടുതലോ അല്ലെങ്കിൽ ഒരുപാട് ലാർജ് ആവാൻ പാടില്ല. ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ അത് മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അതായത് ഒരാൾക്ക് ഇപ്പം ഒരു മനുഷ്യൻ മാക്സിമം ഒരു 10-20 ചോദ്യം അല്ലെങ്കിൽ ഒരു 10-15 ചോദ്യത്തിന് ഉത്തരം തരും. അല്ലാതെ ഒരു 100 ചോദ്യമായിട്ട് നമ്മൾ രാവിലെ തൊട്ടിരുന്ന അച്ഛന്റെ പേര്, അമ്മൂമ്മയുടെ പേര്, അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ പേര് എന്നൊക്കെ പറഞ്ഞ ഒരു 10-100 ക്വസ്റ്റ്യനുമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെയർ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പം ഈ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഒരുപാട് നീളക്കൂടുതലാവാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് മിനിമം ആയിരിക്കണം. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ഓക്കെ. ആൾക്കാർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. ഓക്കെ. അപ്പൊ അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിരിക്കണം. മിനിമം ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്ത് ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നു. ആ ക്വസ്റ്റ്യനെയറിൽ ഞാൻ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കുറെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിരിക്കുക. എന്താണ് ദൃഷ്ടദ്യുമ്നൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിലെ കടിച്ചാ പൊട്ടാത്ത കുറെ മലയാളം വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എഴുതി വെച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യനെയർ അങ്ങോട്ട് തയ്യാറാക്കി. വല്ല ആൾക്കാരും തിരിഞ്ഞു നിന്ന് ഇതിന് ആൻസർ പറയുവോ? ഇല്ല. അപ്പോ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനെയർ വല്ലവർക്കും വായിച്ചാൽ മനസ്സിലാവണം. അതായത് പാടുള്ള വാക്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് എത്ര സിമ്പിൾ ആക്കാവോ അത്ര സിമ്പിൾ ആക്കി ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുക. ഓക്കെ. അല്ലെ നമ്മളാണ് എടുക്കാൻ പോകുന്നെങ്കിൽ നമുക്കും ഇത് വായിക്കേണ്ട സാധനമല്ലേ. അപ്പം മാക്സിമം ഷോർട്ട് ആക്കി മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും എളുപ്പത്തിൽ ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഞാൻ ആദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ജോലിയുണ്ടോ?
അത് കഴിഞ്ഞ് ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം നിങ്ങളുടെ പേരെന്താ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ ചോദിക്കാം നിങ്ങളുടെ വയസ്സെന്താ. അപ്പൊ ഇതിനൊരു ഓർഡർ ഉണ്ടോടെ? ഇതിനൊരു ഓർഡർ ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തിനാന്ന് വെച്ചാൽ ആൾക്കാർക്ക് അതിന് ഉത്തരം പറയാനുള്ളൊരു ക്യൂരിയോസിറ്റി വരും. അവര് എന്താണ് ആ ഒരു ഓർഡർ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് നമുക്ക് പറഞ്ഞു തന്ന് നമുക്കത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഓർഡറിലായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നും, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ലൈക്ക് എന്താണ് ഇപ്പം ആദ്യം അവരുടെ പേര് ചോദിച്ചു, പിന്നെ അവരുടെ വയസ്സ് ചോദിച്ചു, അങ്ങനെ അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും. ആദ്യമേ കയറി പാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നെ സിമ്പിളിലോട്ട് പോകുന്നതിൽ നല്ലത് ആ ഒരു ഓർഡറിൽ തന്നെ പേര്, വയസ്സ്, വീട്, അങ്ങനെ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ ചോദിക്കുന്ന ആൾക്കും ഉത്തരം പറയുന്ന ആൾക്കും ഒക്കെ കംഫർട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എപ്പോഴും അതാണ് താണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോവുക. ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ ചാടി കയറിയിട്ട് എന്താണ് നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഇപ്പൊ കറണ്ട് ചാർജ് എത്ര, അങ്ങനൊന്നും അല്ലാതെ നമ്മൾ ജനറലി ചോദിക്കുക നിങ്ങളുടെ വീട്ടില് കറണ്ട് കിട്ടുന്നുണ്ടോ, അതിനുശേഷം മാത്രം കറണ്ട് ചാർജ് എത്ര ആണ്, നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, സ്പെഷ്യൽ ആയിട്ട് എ സിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ കറണ്ട് ചാർജിന് ചേഞ്ച് വരുമല്ലോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അവരുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങാം. അതിനുശേഷം സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ അവരുടെ എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാം. അപ്പൊ ഈ ഒരു രീതിയിൽ ആ ഒരു ഓർഡറിൽ പോകുന്നത് നന്നായിരിക്കും. അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ പോയിന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പാടുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകളോ സംഭവങ്ങളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പ്രിസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഓക്കെ. മാക്സിമം ക്ലിയർ ആയിട്ട് മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാവൂ. ഓക്കെ. ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അതായത് വായിക്കുന്ന ആൾക്ക് അതുപോലെ ഉത്തരം പറയുന്ന ആൾക്കും ഒക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കണം. ഓക്കെ. പിന്നെ ഒരു കാര്യം ഞാനിവിടെ ആഡ് ചെയ്യാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഡബിൾ നെഗറ്റീവ്സ് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ. അവിടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഡബിൾ നെഗറ്റീവ്സ് കേട്ടോ. ഡബിൾ നെഗറ്റീവ്സ് ഒഴിവാക്കുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഡബിൾ നെഗറ്റീവ്സ് നമുക്ക് വേണ്ട. ഡബിൾ നെഗറ്റീവ്സ് നമുക്ക് വേണ്ട. ഡബിൾ നെഗറ്റീവ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങളുടെ വീട്ടില് ഇതില്ലല്ലോ അല്ലേ, അതുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് നെഗറ്റീവ് ടോണിൽ സംസാരിക്കത്തില്ല. നെഗറ്റീവ് ടോൺ എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നെഗറ്റീവ്സ്, അതായത് ഡബിൾ നെഗറ്റീവ്സ്, നോട്ട് നോട്ട് എന്നുള്ള അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡുകൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുണ്ടല്ലോ ക്വസ്റ്റ്യൻസിൽ. അപ്പൊ അത് ഈ ആൾക്കാരെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാവും. അപ്പൊ അത് പാടില്ല കേട്ടോ. അത് നിങ്ങൾ ഇവിടെ തന്നെ ഒന്ന് ആഡ് ചെയ്യുക. നോട്ട് തരുമ്പോൾ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. PPT-യിൽ ഈ ഒരു ഫോണ്ടിന്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ്. അപ്പൊ ഡബിൾ നെഗറ്റീവ്സ് ഒഴിവാക്കുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അത് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ. ഡബിൾ നെഗറ്റീവ്സ് ഒഴിവാക്കുക. ഓക്കെ. അപ്പം ഡബിൾ നെഗറ്റീവ്സ് ഒഴിവാക്കുക. ഇങ്ങനെ ഡോണ്ട് യു, വുഡിന്റ് യു അങ്ങനെയുള്ള നോട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കാം. അടുത്തൊരു കാര്യമാണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഓപ്പൺ ആയിട്ട് ഉത്തരം പറയാൻ പറ്റണം. അല്ലാതെ നമ്മൾ ചോദിച്ചു വരുന്ന ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ ഇല്ല വളച്ചു കെട്ടി ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അവര് ഉദ്ദേശിക്കുന്നത് ഇതാണോ അതാണോ, നമുക്ക് ആകെപ്പാട് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് പാടില്ല. ചോദിക്കാനുള്ള കാര്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അവർക്ക് എന്താണോ നേരിട്ട് പറയേണ്ട ഉത്തരം അതിലേക്ക് മാത്രം നയിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. അല്ലാതെ നമുക്ക് കിട്ടേണ്ട ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ സർക്കാർ അത്ര പോരല്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കറിയാം അയാൾ നമ്മുടെ അടുത്തുനിന്നും ആഗ്രഹിക്കുന്ന ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഉത്തരമായിരിക്കും. അപ്പൊ ഒരു ലീഡിങ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പാടില്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് അയാൾക്ക് ഈ ഉത്തരം പറയുന്ന ആൾക്ക് വേറൊരു ക്ലൂ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കാൻ പാടില്ല കേട്ടോ. അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കണം. ഈ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്?
അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആയിരിക്കണം. മിനിമം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ഓർഡറിലായിരിക്കണം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ക്ലിയർ ആയിരിക്കണം. ഡബിൾ നെഗറ്റീവ്സ് ഒഴിവാക്കാം. ഡോണ്ട് ഡു, വുഡിന്റ് ഡു അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം. അതാണ് ഡബിൾ നെഗറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലൂ കൊടുക്കരുത്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ക്ലൂ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കരുത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ഒഴിവാക്കാം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഈ എക്സാമിന് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്. വൈൽ പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എണ്ണി എണ്ണി എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തത് ഒരു ചെറിയ ഇൻഫർമേഷൻ ഞാൻ തരാം. അതെന്താന്ന് വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യനെയറിൽ 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യനെയറിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതിൽ ഒന്നാമത്തതാണ്, അതായത് ഞാൻ ക്വസ്റ്റ്യൻസ് എന്നതായിട്ട് ഇവിടെ എഴുതിയിടാം. ക്വസ്റ്റ്യൻസ് 2 തരത്തിലുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് 2 ടൈപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ക്ലോസ് എൻഡഡ് ആണ് വരുന്നത്. ക്ലോസ് എൻഡഡ്, ക്ലോസ് എൻഡഡ്. അടുത്തതാണ് ഓപ്പൺ എൻഡഡ്. ഓക്കെ, അപ്പൊ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ എന്താണ് ഈ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ എക്സാമിനൊക്കെ എഴുതാറുള്ള MCQ ഇല്ലേ, MCQ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊരു ക്ലോസ് എൻഡഡ് ആണ്. MCQ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മളെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം? ഇതെല്ലാം ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആ. എന്തുകൊണ്ടാണ് അത് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആയത്? കാരണം നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ ആണോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് ആണ്, യെസ്. അതൊരു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആ. ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ തീർന്നു. ഇനി നിങ്ങൾ നോ ആണ് പറയുന്നെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ തീർന്നു. ആണല്ലോ? ഓക്കെ, അത് തീർന്നു. എന്നാൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഹോബി എന്താണ്? ആ ഹോബിയെ കുറിച്ചിട്ട്, ആ ഹോബിയിൽ ഇപ്പം നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ലോകത്തെ പാട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു 2 വരി പറയാമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാമോ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സാമിനൊക്കെ ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കത്തില്ലേ, അതെല്ലാം ഓപ്പൺ എൻഡഡ് ആണ്. അത് ഇങ്ങനെ കിടക്കും അല്ലെ, നമുക്ക് എത്ര വേണമെങ്കിലും അതിനെക്കുറിച്ച് പറയാം, എഴുതാം. അപ്പൊ ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ഇതിനകത്ത് ഉത്തരം കണ്ടെത്താനൊക്കെ എളുപ്പം എന്ന് പറഞ്ഞാൽ ക്ലോസ് ആയിരിക്കും അല്ലെ. കാരണം ഹു ഈസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ എളുപ്പമാണ്. അതേസമയം പ്രസിഡന്റിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്ലോസ് എൻഡഡും ഓപ്പൺ എൻഡഡും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യനെയറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ദേ ഈ കൊടുത്തിരിക്കുന്ന ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ കാണാറുള്ളതും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ അല്ലാതുള്ള, ഇപ്പം ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ വ്യൂ അബൌട്ട് ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ഇഷ്ടംപോലെ ഉണ്ട് പറയാനല്ലേ. അതേസമയം ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ ലോകത്ത് ഗ്ലോബലൈസേഷൻ ഉണ്ടോ ഇല്ലയോ, അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ എസ് പറയും അല്ലെങ്കിൽ നോ പറയും. ഇറ്റ്സ് എ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഫർദർ വേണോന്ന് ചോദിച്ചാൽ വലിയ ആവശ്യമൊന്നും ഇല്ല, ചോദിച്ചും കണ്ടിട്ടില്ല, പക്ഷെ മനസ്സിലാക്കിയിരിക്കുക, ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും. ക്ലോസ് എൻഡഡ് എന്ന് പറയുമ്പോൾ MCQവും യെസ് ഓർ നോ പോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ പറയാം. ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോൾ അല്ലാതെ നമ്മൾ നമ്മൾ WH ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, WH വേർഡ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാട്ട്, വിച്ച്, വൈ, വെൻ അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതെല്ലാം നമുക്ക് ഓപ്പൺ എൻഡഡ് ആയിട്ടും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് സെഷൻ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് വേരിയബിൾസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ സോഴ്സസ് ഓഫ് ഡേറ്റ, പ്രൈമറി, സെക്കൻഡറി,
പ്രൈമറി എന്താണ് സെക്കൻഡറി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതിനുശേഷം നമ്മൾ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും ഗുണവും ദോഷവും ഒരു 2 പോയിന്റ്സ് പറഞ്ഞു. പിന്നെ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സർവേകൾ നടത്തുന്നത്. ഈ സർവേകളിലൂടെയാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ നടത്തുന്നത്. അപ്പൊ ആ സർവേക്ക് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം, അതിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതുകൂടെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടിന്യൂ ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.